ഞാൻ വിജയുടെ ഏത് ട്രെൻഡിങ് സോങ് വന്നാലും അത് ചെയ്യും. എനിക്ക് ഭയങ്കര വിജയ് സാറിനെ കണ്ടു കഴിയുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എനിക്കെന്താ അറിയില്ല, ഞാൻ ചിലപ്പോ എന്താ ചെയ്യാ കാണുമ്പോ ഉപ്പല്ല അങ്ങനെ ആലോചിക്കും. ഭയങ്കര സമയത്ത് ഞാൻ ഒന്നെനിക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഇതുപോലും എനിക്ക് ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞില്ല. വയ്യാത്ത സമയത്ത് തന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ട്, നല്ല നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കണമല്ല, ഒരാളെ കൊണ്ട് അങ്ങനെ നോക്കാൻ കഴിയില്ല. ഇപ്പൊക്ക് കിഡ്നി പേഷ്യൻ്റായിട്ട് വരെ എനിക്ക് പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഉപ്പാൻ്റെ എന്തെങ്കിലും പൈസ കിട്ടുന്ന ഒരു കുട്ടിയുടെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. പനി വന്നാൽ തടി, തലവേദന വന്നാൽ തടി. വീട്ടിലെല്ലാരും സപ്പോർട്ടാണോ? പ്രത്യേകിച്ച് ഉമ്മയാണ് എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കോളേജിൽ കളിക്കുന്ന ഒരു ഡാൻസ് ചെയ്യുന്നു, അത് വൈറലായി പോയത്. ഞാൻ ഇട്ടതല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇട്ടപ്പോൾ ഈ ടിക്ടോക്ക്, ഇതൊക്കെ ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഈ റീൽസ് ഒന്നുമില്ല, ഓരോ പേജുകളൊക്കെ ആയിരുന്നു. അതിലൊക്കെ ഒന്ന് വൈറലായി പോയി. അത് എൻ്റെ അടുത്ത് തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ പേരൻസ് കൂടി ഒരു കൺവിൻസ് ചെയ്യും, നമ്മൾ പറഞ്ഞത് കേൾക്കാനൊരു ഇതുണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതേ സ്കൂളിലേക്ക് ഞാൻ ഗസ്റ്റായി പോയിട്ടോ, അതൊരു എനിക്ക് മറക്കായി. ഇതെന്താ ആനത്തുള്ളാലോ പറ്റുന്ന പണിക്ക് പോകണം അങ്ങനെ പറഞ്ഞൊരു ഒരുത്തുണ്ട്. ഓൻ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ടിക്ടോക്കിലായിട്ട് കുറേ ഡാൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ബ്രോ അടിപൊളി, ബിഗ് ഫാനാക്കി കളിച്ച് കുറേ ഫോളോവേഴ്സൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നേ. Hi, hello, welcome to Milestone Makers. This is me, Anjali. Harveyora presents The Colorful Stories-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ സ്വന്തം ബൈസി ബാസിയാണ്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എപ്പോഴും ഒരു പ്ലസന്റ് സ്മൈൽ, ഒരു ചിരി, എന്താണ് ഇതിന്റെ രഹസ്യം? അല്ല ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ചിരിച്ച് അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും എപ്പോഴും ആ ഒരു പ്ലസന്റ് സ്മൈൽ എപ്പോഴും മുഖത്തുണ്ടാവും. അപ്പൊ എനിക്ക് ആദ്യമേ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ച ഒരു ചോദ്യം തന്നെ ഇതായിരുന്നു. ആ ഒരു പ്ലസന്റ് സ്മൈൽ, ആ ഒരു എപ്പോഴും ആ ഒരു ഡിവൈനിറ്റി എപ്പോഴും ആ ഒരു മുഖത്തുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചേട്ടാ, ഇപ്പോ തടി വെച്ചാലും പ്രശ്നം, മെലിഞ്ഞു പോയാലും പ്രശ്നം, ആൾക്കാർ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണുന്നില്ല. ഇപ്പൊ കണ്ടാലും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പം മജോറിറ്റി ആളുകൾക്കും ഇഷ്ടം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചേട്ടൻ ഇപ്പോൾ ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴും ആണെങ്കിൽ പോലും ചേട്ടൻ ഇപ്പം നല്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആൾക്കാരെപ്പോഴും ആ ഒരു സെൻസിലാണല്ലോ സംസാരിക്കുക. ഇപ്പം അത് ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു കുറവ് കണ്ടുപിടിച്ച് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി മാത്രം സംസാരിച്ച് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു മെജോറിറ്റി ഓഫ് പീപ്പിളിനെയാണ് കാണുന്നത്. അപ്പം അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ ഫസ്റ്റ് ടിക്ടോക്ക് ബേസിക്കലി ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഒരു വീഡിയോസൊക്കെ, ഞാൻ കോളേജിൽ കളിക്കുന്ന ഒരു ഡാൻസ് ചെയ്യുന്നു, അത് വൈറലായി പോയത്. ഞാൻ ഇട്ടതല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇട്ടപ്പോൾ ഈ ടിക്ടോക്ക്, ഇതൊക്കെ ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഈ റീൽസ് ഒന്നുമില്ല, ഓരോ പേജുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് വൈറലായി പോകുമ്പോൾ തന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയാൽ ശരിക്കും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കമൻറ്റ്സ് ഉണ്ടാവും. പിന്നോടെന്ന് ചോദിക്കുന്നത്, നിനക്കൊരു ബെൽറ്റ് ഇട്ടൂടെ, നീ കൊടുന്ന പാൻറ് എടുക്കുന്നത്, അങ്ങനെ കൊണ്ട് നമ്മൾ ഇതൊന്നും ആനത്തുള്ളില്ല, അങ്ങനെ കൊണ്ട് കുറേ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ്സ് ഉണ്ടാവും. ആ കമൻസിൽ ശരിക്കും എനിക്കപ്പോൾ എന്തോ ആ കമൻസിൽ എനിക്ക് വല്ല ഹേർട്ടൊന്നും വന്നില്ല. ഞാൻ കരുതി എന്താ, ഞാൻ പറഞ്ഞ ഡാൻസ് കളിച്ചതല്ലേ, എനിക്ക് ഡാൻസ് കളിച്ചിട്ട് ഞാൻ വരെ കൊണ്ടേ, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അപ്പോൾ വന്നിന്. ഞാൻ അതിന് ശേഷം വീഡിയോസ് ചെയ്യൽ തുടങ്ങി. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ബാഡ് കമൻറ്റ് ഇട്ട് വരണേ, പിന്നെ ഓർക്കന്നെ ഒരു മൈൻഡ് സെറ്റ് വരും, ഇപ്പം കുറേ ഇമ്പ്രൂവ് ആയല്ലോ, അല്ല ബാഡ് കമൻറ്റ്സ് കുറക്കും. അപ്പം അങ്ങനെ എനിക്ക് ബാഡ് കമൻറ്റ് ഇട്ട് വരണേ എൻ്റെ കുറേ ഫ്രണ്ട് മീൻസ് ഫോളോവറായിട്ട് വീഡിയോ സൂപ്പർ, പിന്നെ സപ്പോർട്ട് ചെയ്യണേ കുറേ ഫോളോവേഴ്സിൻ്റെ ഉണ്ട്. ഇത് കുറച്ച് മുന്നത്തെ ഫോളോവേഴ്സൊക്കെ തുടക്കത്തിലേ കണ്ട് ബാഡ് കമൻറ്റ് ഇടാനായിട്ട് ഫോളോ ചെയ്തവർ പിന്നെ നമ്മുടെ
വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കുറേ ടീമുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞവരുണ്ട്. ഒരു മാസം മുന്നേ വരെ ഞാൻ ശരിക്കും എന്നെ കളിയാക്കാൻ വേണ്ടി അന്ന് അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തുടക്കത്തിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്താലും നെഗറ്റീവായിരിക്കും. പക്ഷേ ആ നെഗറ്റീവ് നമ്മൾ മൈൻഡ് സെറ്റിൽ നിന്നിട്ട് നമ്മൾ നമുക്കത് ബെറ്റർ ആവാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ടാലൻറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പറയാം, അതിൽ പിന്നെ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മളായിട്ട് ഇതാവും, ഇൻകം, പിന്നെ നമ്മൾ കയറും. ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസർ ആരാണ്? സെലിബ്രിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടറും പിന്നെ ഇവരെല്ലാം ഇഷ്ടമാണ്. വിജയിനൊക്കെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണും, ഞാൻ വിജയുടെ ഏത് ട്രെൻഡിങ് സോങ് വന്നാലും അത് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേട്ടൻ ചെറുപ്പത്തില് എത്ര വയസ്സ് തൊട്ടാണ് ഡാൻസ് പഠിക്കാനായിട്ട് തുടങ്ങിയത്? ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ചിലപ്പോ ഡാൻസ് ഉണ്ടാവുമല്ലോ ഒരു ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് കളിക്കലുണ്ട്. അപ്പൊ 7th സ്റ്റാൻഡേർഡിൽ സ്റ്റോപ്പ് ചെയ്തു. എന്ത് പറ്റി 7th സ്റ്റാൻഡേർഡ്? അത് അന്ന് നമ്മൾ ഈ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടാലന്റ് ഒന്നും പ്രോത്സാഹിപ്പിക്കൽ കുറവാണ്. ഈ അന്നിങ്ങനെ ഇൻസ്റ്റഗ്രാം അങ്ങനെ ഇതിലൊന്നും അങ്ങനെ ടാലന്റ് ഉണ്ട് ഫോക്കസ് ചെയ്യുക അങ്ങനെയൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങളതൊരു സ്കൂളൊരു മുസ്ലിം ബേസ്ഡ് അങ്ങനെ അതായതുകൊണ്ട് സിനിമാറ്റിക് സോങ് പറ്റൂല, അങ്ങനെ മൂവി പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഒരു നിർത്തി അവിടെ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ആ ഫ്ലോ വിട്ട്. പക്ഷെ അന്ന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിർത്തി വെച്ചപ്പോഴത്തേക്കും? ഇല്ല, നിർത്തി വെച്ചാൽ ഞാൻ അങ്ങനെ മനസ്സ് കളിക്കും എന്നല്ലാതെ പിന്നെ എവിടെയും ഡാൻസ് കളിക്കലൊക്കെ കുറവായി. പിന്നെ കുറച്ച് ഡാൻസ് കളിക്കുമ്പോൾ തടി കൂടി വരുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. തടി കൂടിയ സമയത്തും എൻ്റെ മൈൻഡ് സെറ്റ് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഈ ഡാൻസിൻ്റെ പരിപാടി ഉണ്ടാവുമല്ലോ, പാട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ മൈൻഡിൽ ഈ സ്റ്റെപ്പ് പക്ഷെ കളിക്കൂല. പക്ഷെ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഭയങ്കര ഒരു എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി കൈയാണെങ്കിലോ കാലാണെങ്കിലോ ജസ്റ്റ് ഒന്ന് ആ ഒരു പാട്ടിന്റെ വൈബ് അനുസരിച്ച് നമ്മൾ വൈബ് അനുസരിച്ച് ഫുൾ കളിക്കുന്നുണ്ട്. പക്ഷെ മൈൻഡിലാകുന്നുള്ളൂ നമ്മളിങ്ങനെ നല്ലത്. പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട ഒരു കളിച്ചെന്താ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ വൈറലായപ്പോൾ ഇങ്ങനെ കമന്റ്സ് വന്നപ്പോൾ ഇതെന്താ നമ്മൾ കളിച്ചതാണല്ലോ എന്നുള്ളതിൽ വാശിക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ് ഡാൻസ്. വീട്ടിലെല്ലാരും സപ്പോർട്ടാണോ ഈ ഒരു? പ്രത്യേകിച്ച് ഉമ്മച്ചി, ഉമ്മയാണ് എല്ലാത്തിനും പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്തോ എനിക്ക് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം പണ്ടെന്താ, കാരണം നമ്മള് മോനെന്താ കൊടുക്കുന്നത്, മോനെ എന്താ ഇങ്ങനെ, മോനെന്താ ഈ തടിയാണല്ലോ, ഫുഡ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റേ ഡാൻസ് കളിക്കണ മോനെ തറന്ന് പറയുമ്പോൾ കണ്ടിട്ട് ഡാൻസ് കളിക്കണ അടിപൊളിയാണ് കേട്ടോ അവിടെ ഉമ്മയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പോ കോളേജിൽ വെച്ച് കൂട്ടുകാരാണ് ഏതോ ഒരു പരിപാടിക്ക് മുന്നേ ഏതാണ്ട് ഒരു പാട്ട് കേട്ടപ്പോ അതിന് ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ ഡാൻസ് തുടങ്ങിയത്. അവർക്കും അറിയില്ല ഞാൻ ഡാൻസ് കളിച്ചിരുന്ന ആളാന്ന് അറിയില്ല. ചുമ്മാ കളിക്കടാ നമ്മള് കോളേജില് അങ്ങനെ ഇവര് പറഞ്ഞ് കയറ്റി. അവിടുന്ന് ഞാൻ ആ ഡാൻസ് കളിച്ചപ്പോ ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണത് ഇവൻ കളിച്ചു എന്നുള്ള എല്ലാവർക്കും ജൂനിയേഴ്സ് സീനിയേഴ്സ്. ഞാൻ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും കരുതി ഇവനെങ്ങനെ ഇത് തടി വെച്ചിട്ട് ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഒരു ഇതായി. പിന്നെ ആ വീഡിയോ ഇതിലായിരുന്നു എല്ലാ പേജിലും. അന്ന് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ പേഴ്സണൽ അക്കൗണ്ട് അല്ലാതെ പേജുകളായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ. ആ പേജുകളിലൊക്കെ വന്ന് പിന്നെ ഇതുപോലെ ടിക്ടോക്കിലൊക്കെ വൈറലായി. ഇപ്പൊ ആ കൂട്ടുകാരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒരുപാട് താങ്ക്സ്. അന്നത് ഒന്നാമത് കയറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ഞാനൊരു ക്രിയേറ്റർ ആയിക്കൊണ്ടും ഇങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. ഇപ്പൊ കൂട്ടുകാരാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഇപ്പോഴാണെങ്കിൽ പോലും ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ട് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോ അവരുമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാനുണ്ടോ? ഇതൊക്കെ അവർ കാണുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് തോന്നിട്ട്. കൂട്ടുകാരായിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് ഓവർ ചെയ്യണ അവരായിട്ട് സ്പെൻഡ് ചെയ്യണ എല്ലാ ടൈംസും മെമ്മറീസ് തന്നെയാണ്. പിന്നെ എല്ലാ കൂട്ടുകാരും ഞാൻ ഒരാളെ എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ എടുത്ത് പറയാൻ കുറേ ഇരുന്നുണ്ട്, പക്ഷെ സ്പെഷ്യലായിട്ട് പറയേണ്ട ആൾക്കാരുണ്ട്. പക്ഷെ പറഞ്ഞാൽ പിന്നെ അതിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ മറക്കും. പിന്നെ പറഞ്ഞില്ലല്ലോ. എല്ലാ കൂട്ടുകാരും അടി ഉണ്ടാക്കും, കളിയാക്കും, രസമാണ്. ഇപ്പോൾ കൂട്ടുകാരൻ്റെ നമ്മൾ കളിയാക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വേറൊരാൾ കളിയാക്കിയാൽ
നമ്മളെ കൂട്ടുകാരെ കേൾക്കും ആ, ഏറ്റവും ആദ്യം കൂടുതൽ ഉണ്ടാവുക. ഒപ്പം ഉണ്ടാവുക. ഇപ്പോഴും ഓർക്കുന്ന ഒരു നെഗറ്റീവ് കമന്റ് എന്താണ്? ഭയങ്കരമായിട്ട് അന്ന് ഹേർട്ട്, നമ്മൾ മനുഷ്യരല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു വാക്ക് നമ്മളൊക്കെ മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എത്രയൊക്കെ ഒരു പോസിറ്റീവാന്ന് പറയാം എവിടെയെങ്കിലും ഒക്കെ. അപ്പോൾ ചേട്ടന് ഏറ്റവും ഹേർട്ട് ആയിട്ടുള്ളൊരു നെഗറ്റീവ് കമന്റ് ഇപ്പോഴും ഓർക്കുന്ന, എന്നാൽ പിന്നെ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല എന്നാലും അങ്ങനെ കമന്റ്സും ഉണ്ട്. പിന്നെ എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീസണും ഉണ്ട്. ഇതെന്താ ആനത്തുള്ളാലോ പറ്റുന്ന മണിക്ക് ഓടാണ് അങ്ങനെ പറഞ്ഞ ഒരുത്തുണ്ട്. ഓൻ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ടിക്ടോക്കിലായിട്ട് കുറേ ഡാൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ബ്രോ അടിപൊളി ബിഗ് ഫാൻ ആക്കി കളിട്ട് കുറേ ഫോളോവേഴ്സൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നത്. അത്രേ ഉള്ളൂ. നമ്മളൊരു ടാലൻറ്റ് നമ്മൾ ആ കമൻറ്റ് തന്നെ ഇൻസ്പയർ അല്ല എന്ത് പിന്നെ അങ്ങനെ പറഞ്ഞു മീൻസ് എനിക്ക് ഡാൻസ് അറിയും ഇഷ്ടമുണ്ടല്ലോ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ എനിക്കൊരു കിട്ടുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഡാൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ഞാൻ കളിക്കുന്ന എല്ലാ ഡാൻസും ഞാൻ എൻജോയ് ചെയ്ത് കളിക്കണത്, എനിക്ക് ഇഷ്ടം കൊണ്ട് കളിക്കണം. അത് ശരിക്കും ആ ഒരു റീലില് നമുക്കത് കാണാനായിട്ട് അതാ ഞാൻ ചോദിച്ചത്. ആ ഓരോ റീൽ എടുത്ത് നോക്കുമ്പോഴും ആ ഒരു പ്ലസന്റ് സ്മൈൽ, ആ ഒരു എൻജോയ് ചെയ്ത് തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ മുന്നേ മേജറായിട്ട് ഇഞ്ചുറി ഉണ്ട് എൻ്റെ കാലിന്. പക്ഷെ ഞാൻ ആ മേജറായിട്ട് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു ലൈക്സ് അല്ല എനിക്ക് വേണ്ടത്. അത് ഈ റിസ്ക് എടുത്ത് കാലിന് മുറിവുണ്ട്, ആ മുറിവ് വെച്ചിട്ട് കളിക്കുകയാണ് എന്നുള്ള ഇതെല്ലാം കളിക്കും. ഞാൻ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഇതേ ഞാൻ പഠിച്ചിട്ടില്ല. അതായത് സെൻറ്റിമെൻ്റൽ ലൈക്സ് അങ്ങനെയൊന്നും ഞാൻ പ്രതികരിക്കില്ല. ഞാൻ എൻ്റെ ടാലൻറ്റ് ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ട് ആ ഡാൻസ് പെർഫെക്റ്റ് ആക്കി കളിച്ചിട്ട് തന്നെ വാങ്ങിയ ഫോളോവേഴ്സും കാര്യങ്ങളാണ്. ഈ ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഉണ്ടായ ഒരു മേജർ മുറിവാണല്ലോ അത്. അപ്പോ എന്തായിരുന്നു ആ ഒരു ആക്സിഡന്റ്, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? അത് ഞങ്ങൾ ട്രിപ്പ് പോയതായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് ഒരു ട്രിപ്പ് വീട്ടിൽ പറഞ്ഞിട്ടൊരു കുറച്ച് പോയപ്പോൾ തന്നെ ആക്സിഡൻ്റ് ആയപ്പോൾ കുറച്ച് മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. അതിൽ ഫേസ് കാല് എല്ലാം നല്ല പരിക്കായി. ഇനി ടിക്ടോക്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞിട്ട് കാലെല്ലാം കെട്ടിയിട്ട് ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളും വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ട് ടിക്ടോക്കിൽ. ഇപ്പോഴും അതൊക്കെ എടുത്ത് നോക്കാറുണ്ട് ഇപ്പൊ? അപ്പോഴേക്ക് മനസ്സിലാവും. കാരണം അന്ന് എനിക്ക് ഇഷ്ടമാണ് ഡാൻസ്, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കില്ലേ അതാണ് എനിക്ക് ഡാൻസ്. ഞാൻ ഇപ്പം എങ്ങനെ പറയും, ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ നടക്കും, അവിടെ വരെ നടക്കുമ്പോൾ ഞാൻ ടയേർഡാവും. പക്ഷെ ഡാൻസിൽ നമ്മൾ ആ ഒരു സോങ് നമ്മുടെ മൈൻഡിൽ കയറി പിന്നെ അതെങ്ങനെയും കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ഡാൻസ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമില് ഡാൻസ് ചുമ്മാ ഞാൻ പാട്ടിട്ട് പോയി ഇത് രസമുണ്ടല്ലോ ഇതിന്റെ ടിക്ടോക്കിലുണ്ട് ആ വീഡിയോ. ഇവിടെ പാട്ടിട്ടിട്ട് അപ്പൊ അതാരാ ഷൂട്ട് ചെയ്തേ? ഞാൻ തന്നെ ക്യാമറ വെച്ച് ഉമ്മ കേണ്ട ചീത്ത അറിയും. ഉമ്മ പുറത്തു പോയ സമയത്ത് അതിൽ ആരും കാണാതെ പോയി ഷൂട്ട് ചെയ്ത. അല്ല ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ മുറി വെച്ച് ഡാൻസ് കളിച്ചാൽ ചീത്ത കിട്ടാനോ. പിന്നെ ടിക്ടോക്കിൽ കണ്ടപ്പോൾ ഇത് കാണിച്ചു തരണ്ട് ഉമ്മക്ക് ചീത്ത പറഞ്ഞു. പിന്നെ എങ്ങനെ മുറിവ് പോകാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഇപ്പൊ ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ പറയുന്നു, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞത് ഒരു ഹീറോയിസം തന്നെയല്ലേ? എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ആർക്കും അത്ര റിപ്ലൈ ഒന്നും കൊടുക്കാറില്ലെന്ന് കേട്ടു. അപ്പോൾ അവർക്കൊന്നും മറുപടി ആ ടൈമിൽ മറുപടി കൊടുക്കാതെ ടാലന്റ് കാണിച്ച്, തൻ്റെതായിട്ടുള്ള ടാലന്റ് ആ ഒരു റീലിലെല്ലാം കാണിച്ച് പിന്നീട് അവരെ കൊണ്ട് എന്താ തെറ്റ് പറഞ്ഞ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കുക ചെറിയൊരു കാര്യമല്ല, അതൊരു ഹീറോയിസം തന്നെയല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഹീറോയിസം ഒന്നുമില്ല. ഞാൻ ഈ നെഗറ്റീവ് പറഞ്ഞ കാരണം നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ അത് നമുക്ക് ഇപ്പോൾ പുതിയ ഒരാളൊന്നും ഡാൻസ് ഉഷാറാന്ന് പറഞ്ഞില്ലാറേയും നമുക്ക് പണ്ട് നമ്മൾ നെഗറ്റീവ് പറഞ്ഞവരുടെ നമ്മളുടെ വീഡിയോ സൂപ്പറാന്ന് പറഞ്ഞത് ഇതാ. അത് ഇനി അത് നല്ലട്ടോ. ഞാൻ ഡാൻസിൻ്റെ കാര്യത്തിൽ കമൻസ് ഒന്നുമല്ല. എനിക്ക് എൻ്റെ കുറേ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ കുറേ നമ്മൾ ഈ തടീൻ്റെ പേരിൽ നമുക്ക് കുറേ ഇത് വന്നിട്ടുണ്ട്, കളിയാക്കിയതും പിന്നെ കുറച്ച് മോശമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മീൻസ് വെറുതെ അടി കിട്ടിയിട്ടുണ്ട്. റീസൺ പോലും അറിയാതെ നമുക്ക് ഇപ്പോഴത്തെ നമ്മൾ ഞാൻ വീണ്ടും പറയും, ഇപ്പോഴത്തെ നമ്മുടെ സ്കൂൾ ലൈഫ് കുറേ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾ പ്രതികരിച്ച പേടിയുണ്ടാവും. പക്ഷെ ചില ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രതികരിക്കാൻ നമുക്കൊരു ആവശ്യമില്ലാത്ത അടി കിട്ടിയാൽ നമ്മളത് പ്രതികരിച്ചു കഴിഞ്ഞാൽ
ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മളെ സാറുമാർ അല്ല ആരോട്ടെ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ സാറുമാർ നമ്മുടെ ഒന്ന് പറയും ഇയാൾ എൻ്റെ അടുത്ത് തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ പാരൻസ് കൂടി ഒരു കൺവിൻസ് ചെയ്യും. നമ്മൾ പറഞ്ഞത് കേൾക്കാനൊരു ഇതുണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഞാൻ പറയും എനിക്ക് ആവശ്യമില്ലാതെ അടി കിട്ടിയത് എനിക്കത് മറക്കാൻ കഴിയില്ല. എന്നും എൻ്റെ മഞ്ഞുണ്ടാവും. എനിക്കത് ആവശ്യമില്ലാതെ എന്നെ വെറുതെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വെറുതെ റീസൺ ഇല്ലാതെ അടിക്കുമ്പോൾ നമുക്കത് നമ്മളിപ്പോൾ നോട്ട് ചെയ്യുമല്ലോ. കാരണമില്ലാതെ ഞാനത് ചെയ്തിട്ടില്ല വേറെ ഒരുത്തൻ വേറെ എന്ത് വർത്താനം പറഞ്ഞതിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ വെറുതെ അടിച്ച്. ഞാനപ്പോൾ പ്രതികരിച്ച് സാറേ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച്. പക്ഷേ പ്രതീക്ഷിക്കാൻ സമയത്ത് പ്രിൻസിപ്പൾ അടുത്ത് പോകാൻ എന്നെ കൊണ്ടുപോയി. പ്രിൻസിപ്പൾ അടുത്തേക്കും ഞാൻ പോകായിരുന്നു എന്ത് വേണ്ടാലും വേണ്ടില്ല. പക്ഷെ ആ പ്രിൻസിപ്പൾ അടുത്ത് പോണ ടൈമിൽ ഞാൻ ആലോചിച്ചത് അതാ. കാരണം പ്രിൻസിപ്പൾ അടുത്ത് പോയി കഴിഞ്ഞാലും ഇവർ പിന്നെ വിളിക്കാനുള്ളത് എൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കിൻ്റെ ഭയങ്കര കാര്യം. പിന്നെ ഉമ്മാനെ വിളിച്ചിട്ട് വെറുതെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഉമ്മാനോട് കൺവിൻസ് ചെയ്യും ഇവിടെ മോനിങ്ങനെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതേ സ്കൂളിലേക്ക് ഞാൻ ഗസ്റ്റായി പോയിട്ടോ. അതൊരു എനിക്ക് മറക്കായി. അതൊക്കെ എനിക്ക് നമ്മുടെ മെമ്മറി വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറി. കാരണം നമ്മൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്ന ഒരു സ്കൂളിലേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് പോവാന്ന് പറയുമ്പോൾ ഒരു വീല. അന്ന് തല്ലിയ ടീച്ചേഴ്സിനെ ഇപ്പൊ അവര് വിളിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവരോട് അല്ല ആ ഒരു ടൈമിൽ ഒരു ഭയങ്കര ഒരു സങ്കടമാണല്ലോ. എനിക്ക് പേഴ്സണലായിട്ട് ദേഷ്യമൊന്നുമില്ല. ഞാൻ ആ സ്കൂൾ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിൽ തന്നെ എന്നെ മനസ്സിലാക്കിയ ടീച്ചേഴ്സും സാറുമാരും ഉണ്ട് കേട്ടോ. ഒരടിപൊളിയാണ്. അത് പിന്നെ എടുത്തു പറയുന്നില്ല. ഇപ്പോൾ കൂടി ഞാനൊരു ഇവരൊരു ഇവന്റിനൊക്കെ ഞാൻ പോയിട്ട് കാരണം ഓരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെന്നെ മനസ്സിലാക്കി കുറച്ച് ആൾക്കാരാണ് അവർ. എപ്പോ തൊട്ടാണ് ഈ ഒരു വണ്ണം വെക്കാൻ? ചെറുപ്പത്തിലെ വണ്ണം ഉള്ളതാണോ അതോ? ചെറുപ്പത്തിലൊക്കെ ഒരു നോർമൽ അങ്ങനെ വലിയൊരു വണ്ണമല്ല. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് 7 ഇയേഴ്സ് നമ്മൾ ഈ ഡാൻസ് ഭയങ്കര മാത്രമേ ഉള്ളൂ, പ്രാക്ടീസും ഇല്ല. അതുകൊണ്ട് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഡിഗ്രിക്കാണ് പിന്നെ ആക്സിഡൻറ്റും അപ്പോഴാണ് നമ്മൾ വണ്ണം കൂട്ടുക. ആക്സിഡൻറ്റിൽ എനിക്ക് ഏകദേശം 1 ഇയറോളൊക്കെ ഉണ്ടാവും ബെഡ് റെസ്റ്റ് തന്നെ ഒക്കെ ഉണ്ടാവും. ബെഡ് റെസ്റ്റ് എന്ന് പറയണ്ട, ഡാൻസ് ചെയ്യുന്ന അങ്ങനെ ഇതില്ല. അപ്പോൾ അപ്പോൾ ഞാനാണ് കൂട്ടി. പിന്നെ ഇനി കുറക്കും, എന്തായാലും കുറക്കും. ഇപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് കാണുന്ന എന്താ? ഏതെങ്കിലും ഒരു ഫെയിലിയർ ഫേസ് കാണുമല്ലോ എല്ലാവരുടെയും ലൈഫിൽ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഈ സ്കൂൾ ലൈഫിലെ ആ ഒരു കാര്യമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്കൂൾ ലൈഫിൽ. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എല്ലാവർക്കും ഒരു നമ്മൾക്കുണ്ട് ടാലന്റ് എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു മറുപടി ആയിട്ട് ആണോ ഈ ഒരു ടാലന്റ് എല്ലാവരും? ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. എനിക്ക് കുറെ ഹേർട്ടിങ് കമന്റ്സ് ഒക്കെ വന്ന്. പിന്നെ അതൊന്നും അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് വേറെ വല്ല ഇത് നോക്കി മീൻസ് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടതാവില്ല. ഇപ്പൊ ഒന്നും വേണ്ട. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ, ഞാൻ കോളേജ് പരിപാടിക്കും നമ്മൾ കോളേജ് ഫംഗ്ഷനും സ്കൂളിലേക്കും പോകുമ്പോൾ ആ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ നിൽക്കേണ്ടത്. ആ സ്ഥാനത്ത് നമ്മളവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കരമാണ്. ഓക്കെ, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കേട്ട് മടുത്ത ഒരു അഡ്വൈസ് എന്താണ്? ആലോചിക്കട്ടോ. ആൾക്കാർ പറയോ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ അഡ്വൈസ്? ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്ത്. അഡ്വൈസ് അല്ല, ഒരു പറയുന്നൊക്കെ നല്ല കാര്യമാണ്. കക്കരിക്കുന്ന തടി കുറയും, അത് മാത്രമേ പറയുള്ളൂ. അതിങ്ങനെ കേട്ട് 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 പിന്നെ പറയും എന്താ തന്നെ തടി കുറച്ചൂടെ, തടി കുറക്ക, അങ്ങനെ കേട്ട് കേട്ട് കേട്ട്. പിന്നെ അഡ്വൈസ് അല്ല, നമുക്ക് എന്ത് പനി വന്നാൽ തടി, തലവേദന വന്നാൽ തടി. അതായത് ഇപ്പോൾ നമ്മൾ പൊതുവെ മെലിഞ്ഞ ഒരാൾക്ക് തടി വന്നാലോ പനി വന്നാലോ തലവേദന വന്നാലോ പറയും അവനെ എന്തോ പുറത്തു പോയിട്ട് ഇഷ്ടമാണ്. നമുക്ക് എന്ത് വന്നാലും ഇത് കാണിച്ചേ തടിമക്കാണ്. ഇപ്പൊ പറയും ഓന് പനി വന്ന ഉദാഹരണം ഞാൻ പറയാം, പനി എനിക്ക് അവൻ്റെ തടി കൊണ്ടാണ് ആ പനി, തലവേദന പനി കൊണ്ടാ തടി. ഞാനല്ല എന്ത് വന്നാലും ഒരു തടിമേരിയുടെ കമ്പാരിസൺ വരും. ചേട്ടൻ്റെ ഫ്യൂച്ചർ ഡ്രീംസ് എന്തൊക്കെയാണ്? ഇനി അച്ചീവ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ? അച്ചീവ് ചെയ്യാൻ ഫ്യൂച്ചർ ഡ്രീംസ് അല്ലേ, എനിക്കൊരു വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ വിജയ് സാറിനൊന്ന് കാണണം. ഭയങ്കര ഒരു ഡ്രീമാണ്.
ശരിക്കും ആരാണ് വിജയ് സാറിനെ കാണാൻ ആഗ്രഹിക്കാത്തത് അല്ലെ? നമ്മള് ശരിക്കും മലയാളികളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസ്. ആർക്കാണ് വിജയ് സാറിന് ഇഷ്ടമല്ലാത്തത്? ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട്. കുറെ പേരുണ്ട്, പക്ഷെ എന്നാലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരല്ലേ ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ ഒരു നമ്പർ നമ്മൾ ഞാൻ അത്ര ഒരു മീൻസ് നമ്മള് ഡൈഹാർട്ട് ഫാൻ തന്നെ. ഞാൻ അത്ര ഒരു ഡൈഹാർട്ട് ഫാനാണ് വിജയുടെ. ഞാൻ ലിയോക്കൊക്കെ ഫാൻസ് 4 മണിക്കൊക്കെ നമ്മള് കറക്റ്റ് സമയം എൻജോയ് ചെയ്ത് ഡോല് എണീറ്റ് പോകും. അങ്ങനെ ഇഷ്ടമാണ് മൂപ്പരെ. അപ്പോ ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? റെഡി അല്ലേ? ചേട്ടന് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് കിട്ടിയത്? എനിക്ക് ഒരു ഫോളോവറിനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ ഭയങ്കര ഡാൻസ് അടിപൊളിയാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. എനിക്ക് അതുകൊണ്ടല്ല എനിക്കത്, അത് എല്ലാവരും എന്നോട് പറയുന്ന കാര്യമാണ്. പക്ഷെ അവൻ എന്നെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ അവൻ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നത്. അവന് കണ്ണൂരിൽ നിന്നൊക്കെ, ഇപ്പോഴും ഞാൻ പറയുന്നത്, കണ്ണൂരിൽ നിന്ന് വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് അവൻ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോ എടുത്താൽ പോയി. ഋഷി എന്നാണ് എൻ്റെ പേര്, റിഷാൽ. ഞാൻ ഇപ്പോഴും പറയാം, ഇപ്പോഴും ഓന് ചില വീഡിയോ കാണുമ്പോൾ ഓൻ്റെ ബയോയിൽ തന്നെ അവൻ്റെ പേര് ദളപതിൻ്റെ പേരും പിന്നെ എൻ്റെ പേരൊക്കെ വെച്ചിരുന്നു. അവന് അത്രയും ഒരു ബ്രദർ. ഓന് ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. എനിക്കും അങ്ങനെ, ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും എന്തുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അതെനിക്ക് ഭയങ്കര കംഫർട്ട്. കാരണം ഓൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ഓനത്ത് കുറച്ച് തടി ഉണ്ടായ സമയത്ത് ഓനെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഓനെക്കൊണ്ട് ഓർക്ക് നമ്മളെ പിന്നെ പോലത്തെ കുറേ തടിച്ച പേരിനെ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അല്ലെങ്കിൽ ബോഡി ഷേമിങ് കിട്ടേണ്ട കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. ഇപ്പം ഈ കറുത്തിട്ടൊരു മെലിഞ്ഞിട്ടൊരു തടി അത് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ കളിയാക്കും. പക്ഷെ അവരൊക്കെ ഇത് ഭയങ്കര ഇൻസ്പയർ ചെയ്ത് കണ്ട് നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്റ് കുറേ ഇതുണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. അത് ഭയങ്കര. ചേട്ടന് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം? എൻ്റെ പാട്ട് കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇട്ടതല്ലേ. അതിലെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാഫി, പറയും ഇന്നെങ്ങനെ ഈ പാട്ട് കൊന്നളി പന്നി മനസ്സിലായി. ഓക്കെ, പാട്ട് ഡാൻസ് ഒക്കെ പാട്ട്. ഓക്കെ, ചേട്ടന്റെ ഒരു തീരുമാനം അത് ലൈഫിനെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനമായിരുന്നു അത്? ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ വന്നപ്പോൾ എനിക്ക് ഡാൻസ് കളിച്ച് മെച്ചപ്പെടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടായിരുന്നു. അതന്നെ ആ തീരുമാനമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഓക്കെ, ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹാപ്പിയസ്റ്റ് ഡേ, ഇപ്പോഴും ഓർക്കുന്ന ഒരു ഹാപ്പിയസ്റ്റ് ഡേ? ഞാൻ സ്കൂൾ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, കിട്ടിയ അവിടെ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ട്. ചേട്ടനിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം? ഞാൻ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാ, ഭയങ്കര സ്നേഹമാണ് അതെനിക്ക്. അങ്ങനെ ഒരു അപ്പിയറൻസ് വൈസ് ഒന്നും നോക്കാണ്ട് എല്ലാവരും അപ്പിയറൻസ് വെച്ചില്ല. എനിക്ക് ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ട അതിൻ്റെ ലൈഫ് ടൈമാണ്. പിന്നെ ആൾക്കോട് ദേഷ്യ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതിൻ്റെ എനിക്ക് തോന്നാ അത് നല്ല ക്യാരക്ടർ, നല്ല സ്വഭാവമാണല്ലോ. പക്ഷെ അതിന് കുറെ എല്ലാവരും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കുറെ പ്രശ്നങ്ങളുണ്ട്. ടീച്ചേഴ്സ് റിപ്പോർട്ട് കാർഡിൽ ചേട്ടനെ പറ്റി എഴുതിയ ഒരു കാര്യം? റിപ്പോർട്ട് കാർഡ് ഞാൻ ഓർക്കുന്ന പോലില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ എഴുതിയ ഒരു മെമ്മറി ഉണ്ടോ? കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് കറക്റ്റ് ആണോ, ട്രൂ ആണോ അത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ടീച്ചേഴ്സും ഞാൻ എനിക്ക് പഠിക്കുന്ന സ്കൂൾ ലൈഫിൽ ഞാൻ പഠിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സാണ്. മാത്സിൽ ഞാൻ സോറി എന്റെ എനിമിയാണ് കേട്ടോ. മാത്സിൽ ഒരു ഇതില്ല, ബാക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഭയങ്കര. ഇപ്പോഴും കാൽക്കുലേഷൻ പെട്ടെന്ന് കാൽക്കുലേഷൻ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ 48 47 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടുന്നത് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. പറയാം അത് അങ്ങനത്തെ ഒരു ഇഷ്ടം. അതെല്ലാം പ്രോബ്ലം എക്സ് അങ്ങനെ അല്ലാന്നല്ലേ. ചേട്ടൻ ഓവർകം ചെയ്തിട്ടുള്ള ഹാർഡസ്റ്റ് ചാലഞ്ച്? ഇൻസ്റ്റാഗ്രാം ഈ ഫോളോവേഴ്സിൻ്റെ, കാരണം അത് ഭയങ്കര ഇതായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇതൊന്ന് എല്ലാവരുമായിട്ടും ഒന്ന് ഇതാവണ്ട. പിന്നെ ഇതൊരു നോർമലൈസ്ഡ് ആക്കാനുള്ളൊരു, ഈ തടി എന്നുള്ളൊരു നോർമലൈസ്ഡ് ആക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു അല്ലേ? നല്ല എഫേർട്ട് എടുത്തിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ആ എഫേർട്ട് എടുക്കണത് കാണിച്ചിട്ട് ഞാൻ ലൈക്ക് നമ്മൾ തരില്ല. അപ്പം ഈ പെയിൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കളിക്കണത്. പക്ഷെ അത് വീഡിയോ കാണുന്നവർക്ക് അറിയില്ല. പക്ഷെ നമ്മളത് ഫോക്കസും ചെയ്തിട്ടില്ല. നമ്മൾ ടാലൻ്റ് ആയിട്ട് നമ്മൾ ഇതാവട്ടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഫെയിൽ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തപ്പോൾ ഓക്കെ അത് ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഫെയിൽ ആയിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ഉണ്ടോ?
ഇല്ല. ഓക്കെ. ഉണ്ടാവും കേട്ടോ. എനിക്ക് എന്തൊക്കെ പൊതുവെ ഉണ്ടാവുമല്ലോ, അല്ല എല്ലാ കാര്യം ചെയ്തതൊക്കെ ശരിയാവില്ലല്ലോ. ശരിക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ആ ഓക്കെ, കുഴപ്പമില്ല. എങ്ങനെയാണ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് ചേട്ടനെ പറ്റി, ചേട്ടനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിൽ? ഓനൊരു പാവമാണെന്ന് പറയും. ആദ്യമേ പറയും. എന്നോട് പറയില്ല, പക്ഷെ എന്നോട് പറയാൻ ഇപ്പം ഞങ്ങൾ കൂടുമ്പോൾ അങ്ങനെ അവരോട് ഇങ്ങനെ പറയുന്ന പറയും. അങ്ങനെ ഞാൻ കറിയുണ്ട്. മറ്റോ പറഞ്ഞു ഈ ഒരു പാവമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷെ നേരെ നോക്കി പറയില്ല. നേരെ അങ്ങനെ ഒരിക്കലും പറയില്ല. ഓക്കെ. ചേട്ടന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇപ്പോഴും ഉള്ള കുറച്ച് സേവ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റിന് ശേഷം ആ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. പിന്നെ എൻ്റെ ഷോപ്പ് എല്ലായിടത്തും. പിന്നെ എനിക്കൊരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കൂടി ഉണ്ട്. അതിൻ്റെ ഒരു ഡിജിറ്റൽ ഇഷ്ടമാണോ അത്? ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് പോലെ തന്നെ എനിക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഈ എഡിറ്റിങ് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. അതൊന്നും എല്ലായിടത്തും എത്തിക്കണം. അത് എവിടെയുള്ള അത് ഫ്രീലാൻസാ. ആ ഓക്കെ. ചേട്ടന് ഏറ്റവും പേടി തോന്നിക്കുന്ന ഒരു കാര്യം എന്താ? മരിക്കുമെന്ന് പേടി. അയ്യോ, അതാണ് ഏറ്റവും പേടി. കാരണം അത് എല്ലാവർക്കും ഉള്ള പേടി തന്നെ ആവും. കാരണം പക്ഷെ ഞാൻ ആ ഉത്തരം പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഞാൻ ഇടക്കിടക്ക് നിനക്കറിയാം, എനിക്ക് അങ്ങനെ നമ്മൾ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. നമ്മൾ പറയും എങ്ങനെ ഉണ്ട് ആത്മാക്കളായിട്ട് പോകും, പക്ഷെ എന്തതിന് കഴിഞ്ഞുള്ള ജീവിതം നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഭയങ്കര പേടി ആലോചിക്കുമ്പോഴത്തേനും. പിന്നെ വേണ്ടപ്പെട്ടവരും പോണതും ഭയങ്കര. പിന്നെ നമുക്കതിങ്ങനെ നിർത്തരുത്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ എൻ്റെ ഒന്നും വേണ്ട. അപ്പം നമുക്ക് എൻ്റെ ഉപ്പല്ല അങ്ങനെ ആലോചിക്കും. ഭയങ്കര സമയത്ത് ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു ഇതുപോലും എനിക്ക് ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ ഞാൻ അങ്ങനെ ആലോചിക്കും. നമ്മളിപ്പം ഉപ്പ കൂടി ഉണ്ടെങ്കിൽ എന്നിങ്ങനെ ഇതായി പോകും. പക്ഷെ ആളില്ലല്ലോ, നമുക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം നമ്മൾ പോയാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിക്കും ബാക്കിയുള്ളവർ പോലും നമുക്ക് ഇതാവും. ഉപ്പയെ പറ്റി പറയുമ്പോൾ സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കി നല്ല ഡയറീസ് ചെയ്യാം. ഇപ്പൊക്കെ വെയ്യുന്നു. പിന്നെ അങ്ങനെ വെയ്യാത്ത സമയത്ത് പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ട്, നല്ല നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കണമല്ല, ഒരാളെ കൊണ്ട് അങ്ങനെ നോക്കാൻ കഴിയില്ല. ഇപ്പൊക്ക് കിഡ്നി പേഷ്യൻ്റായിട്ട് വരെ എനിക്ക് പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പാൻ്റെ എന്തെങ്കിലും പൈസ കിട്ടുന്ന ഒരു കുട്ടിയുടെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മരിക്കുന്ന സമയത്ത് എപ്പാടത്തില്ല. അത് ഭയങ്കര പല നോക്കിയതൊക്കെ ഞാനായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മാത്രം ഞാൻ വീട്ടിലായി പോയി. അതും ഭയങ്കര എന്താ അത് ആലോചിക്കാത്ത അതിലെപ്പോഴും ആലോചിക്കും. നമ്മൾ ഇത്രയൊക്കെ എത്തിയിട്ടു അതാണ് മരണത്തിന് പേടിയുണ്ട്. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? വെള്ളം വേണം ഉപ്പയെ പറ്റി പറയുമ്പോൾ. നമ്മളത്ര ഇഷ്ടപ്പെട്ടവര് നമുക്ക് ഇപ്പം നമ്മൾ ഇതൊക്കെ ആയി എന്ന് പറഞ്ഞാലും അപ്പോൾ കൂടുതലാത്തൊരു വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ? അയ്യോ, അതിൽ ഒറ്റ എഴുതുള്ളൂ. എൻ്റെ ഇപ്പോൾ ഒരു പേഴ്സൺ പറഞ്ഞിട്ട് അറിയാം, എൻ്റെ മെച്ച എല്ലാത്തിനും. ഇപ്പോൾ പാവാണ്, ആളാണ് എപ്പോഴും സപ്പോർട്ട്. ആളെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ എപ്പോഴും നമുക്ക് സാധിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ആഗ്രഹങ്ങൾ നമ്മൾ പറയാത്ത നമുക്ക് ചെയ്തു കൊടുക്കണം. അതാണ് എൻ്റെ. പിന്നെ ഞാനും വെച്ച് ഭയങ്കര ലിങ്കാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എൻ്റെ അമ്മേനെ എൻ്റെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം. അപ്പോൾ ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സങ്കടങ്ങളും മാറട്ടെ, എല്ലാ ഉയർച്ചയിലും എത്തട്ടെ, വിജയ് സാറിനെ കാണാൻ പറ്റട്ടെ. കണ്ടുകഴിയുമ്പോൾ എന്നോട് കൂടെ പറയാം. എന്തായാലും ഞാനത് എൻ്റെ മൈൻഡ് ഞാൻ അങ്ങനെ കരുതുന്നുണ്ട്. വിജയ് സാറിനെ നമുക്ക് കാണാൻ കഴിയും, എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിയും. വിജയ് സാറിനെ കണ്ടു കഴിയുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എനിക്ക് എന്താ അറിയില്ല, ഞാൻ ചിലപ്പോ എന്താ ചെയ്യാ കാണുമ്പോ ഭയങ്കര ഡ്രീം. മീൻസ് അവിടെ നിന്ന് കണ്ടാൽ മതി, നേരിട്ട് ഇങ്ങനെ നമ്മള് പടത്തിലല്ലാതെ നേരെ ഒന്ന് കണ്ടാൽ മതി. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ.
എല്ലാ വിഷസും അറിയിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.